നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തലവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ്. ന്യൂറോ പ്രശ്നങ്ങളും തലവേദനയും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തലവേദനയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ CV ഷാജിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കുവാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ, ഈ ന്യൂറോ സംബന്ധമായ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് തലവേദന വരുന്നത്? തലവേദന വളരെ സർവ്വസാധാരണമായ ഒരു രോഗലക്ഷണമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തലവേദനകൾ അനുഭവപ്പെടാത്തവർ ആരും ഇല്ല. എന്നാൽ പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 90% തലവേദനകളും നിർദോഷികളായ തലവേദനയാണ്. ഒരു 10% തലവേദനകൾ മാത്രമേ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ച് വരുത്തുകയുള്ളൂ. എന്താണ് ഈ 90% നിർദോഷികളായ തലവേദനകൾ? ഇത് പ്രധാനമായും നമ്മുടെ പ്രൈമറി ഹെഡേക്ക് സിൻഡ്രോം അല്ലെങ്കിൽ മൈഗ്രെയിൻ വിഭാഗത്തിൽപ്പെടുന്ന തലവേദനയാണ്. ഇത് സാധാരണയായി ഒരു രോഗമല്ല, പ്രധാനമായും നമ്മളുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് തലച്ചോറുകൾ കാണിക്കുന്ന ഒരു രോഗലക്ഷണമാണ്. ശാരീരികമായോ മാനസികമായോ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പലപ്പോഴും ശരീരത്തിനും മസ്തിഷ്കത്തിനും താങ്ങാതെ വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരു രോഗലക്ഷണമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. 90% ആൾക്കാരിലും ഇത് പലപ്പോഴും നിർദോഷികളാണ്. ഇത് നമ്മളെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഒരു പരിധിവരെയും നമുക്ക് നിയന്ത്രിക്കാനാവും. എന്നാൽ 10% തലവേദനകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ചോദിച്ചോളൂ. ഇല്ല ഡോക്ടർ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്നാൽ 10% തലവേദനകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നാൽ നമുക്ക് പലപ്പോഴും നമ്മളെയും നമ്മുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാകും. പെട്ടെന്നുണ്ടാകുന്ന തലവേദനയോട് അനുബന്ധിച്ചിട്ട് പനി, ഛർദിലുകൾ, ഓക്കാനം, പെട്ടെന്നുണ്ടാകുന്ന തലവേദനയോടൊപ്പം രോഗിക്ക് ഉണ്ടാകുന്ന ബോധക്ഷയം, തലവേദനയുടെ ഒപ്പം അപസ്മാരം ഉണ്ടാവുക, അല്ലെങ്കിൽ തലവേദനയോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോവുക എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നത് മസ്തിഷ്കത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായും അടുത്തുള്ള ഒരു ആരോഗ്യ പ്രവർത്തകനെ കണ്ട് മസ്തിഷ്കത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപൂർവമായി നമ്മളുടെ മസ്തിഷ്കവുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ചില ഡോക്ടർ, ചോദ്യം ഇതാണ്, എന്തെല്ലാം ഗുരുതര രോഗങ്ങൾക്ക് തലവേദന കാരണമാകാം? തലവേദനയും നമ്മളുടെ 10% വരുന്ന ഗുരുതര രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗാണുബാധ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചോ എൻകഫലൈറ്റിസ്, പെട്ടെന്നുണ്ടാകുന്ന രക്തസ്രാവം, തലച്ചോറിലെ രക്തക്കൊഴലുകൾ പൊട്ടിയിട്ട് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും രക്താതിസമ്മർദ്ദമുള്ള രോഗികളിൽ അപൂർവമായി തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ നമ്മൾ സൂചിപ്പിക്കുന്ന കണക്ക് ബ്രെയിൻ ട്യൂമേഴ്സ്, പിന്നെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന ഗുരുതരമായ ക്ഷതങ്ങൾ എന്നിവയെല്ലാം ഗുരുതരമായ മസ്തിഷ്ക രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ അപൂർവമായി നമ്മൾ ഈ ഇന്നസെന്റ് അല്ലെങ്കിൽ നിർദോഷി. ഡോക്ടർ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അപൂർവമായി നമ്മൾ തലച്ചോറല്ലാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചിലപ്പോൾ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ട് തലവേദനകൾ പ്രത്യക്ഷപ്പെടാം.
ഉദാഹരണമായി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ലിവർ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ലൈക്ക് പനി, ചുമ, കഫക്കെട്ട് എന്നിവയുടെ ഭാഗമായിട്ടും തലവേദന വരാം. ഇവ പൂർണ്ണമായും നിർദോഷികളാണ്. അടിസ്ഥാനപരമായ രോഗങ്ങൾ ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും മാറുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഗുരുതര രോഗങ്ങളുടെ ഭാഗമായി നമുക്ക് തലവേദന വരാൻ സാധ്യതയുണ്ടോ? തലവേദനകൾ പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട 2-3 സാഹചര്യങ്ങളാണ്. എന്ന് വെച്ചെന്നാൽ തലവേദനയോട് അനുബന്ധിച്ചിട്ട് പനി, ചുമ, ഛർദിൽ, രാത്രിയിലുണ്ടാകുന്ന അതികഠിനമായ തലവേദന, തലവേദനയോടനുബന്ധിച്ചിട്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരിക, മൂക്കടഞ്ഞു പോവുക, കണ്ണ് ചുമന്ന് വരിക. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ രാത്രിയിലുണ്ടാകുന്ന തലവേദന ഗുരുതര വിഭാഗത്തിൽപ്പെട്ടതാണ്. മസ്തിഷ്ക മുഴകൾ പ്രധാനമായിട്ട് രാത്രിയിലുണ്ടാകുന്ന തലവേദനയും ഓരോ ദിവസം ചെല്ലുന്തോറും തലവേദനയുടെ കാഠിന്യം കൂടിക്കൂടി വരുന്ന അവസരത്തിൽ തീർച്ചയായും രോഗി അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകനെ കണ്ട് അതിന് ആവശ്യമായ ശാരീരിക പരിശോധനകൾ ചെയ്ത് ഇത് മസ്തിഷ്ക മുഴ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കുമ്പനാട് നിന്നും മോനിയാണ്. മോനി, ഡോക്ടറോട് ചോദിച്ചോളൂ. മോനി കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് ഒരു മോനി ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? 3-4 മാസമായിട്ട് തലയ്ക്കകത്ത് വേദനയുണ്ട്. തലയ്ക്കകത്ത് എനിക്ക് 3-5 മാസമായിട്ട് വേദനയുണ്ട്. ഇങ്ങനെ നല്ല വേദനയാണ്. ചെവിക്കൂടെ വേദന ഇറങ്ങുന്നുണ്ട്. അതെ, തലയ്ക്കകത്ത് ഇങ്ങനെ വേദനയുണ്ട്. തലവേദന ഇല്ലാത്തൊരു വ്യക്തിയാണോ? വയസ്സ് സാറിന് വയസ്സ് സൂചിപ്പിക്കാമോ? വയസ്സ് എത്രയുണ്ട്? വയസ്സ് സാറിൻ്റെ വയസ്സ് എത്രയുണ്ട്? വയസ്സ് പലപ്പോഴും ദീർഘകാലമായിട്ടുള്ള തലവേദന ചെറുപ്പകാലങ്ങൾ തുടങ്ങി 20 വയസ്സിൽ തുടങ്ങി 30 വയസ്സിൽ 30 വയസ്സ് മനസ്സിലായി സാറേ. ഇപ്പം നേരത്തെ ദീർഘകാലങ്ങളായി മനസ്സിലായി സാറേ, കേട്ടു. ദീർഘകാലങ്ങളായിട്ടുള്ള തലവേദന, അതായത് 20 വയസ്സ് 30 വയസ്സിൽ തുടങ്ങി തലവേദനയുടെ കാഠിന്യവും പ്രാവശ്യവും കൂടിക്കൂടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈയിടെ നേരത്തെ തലവേദന ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, തലവേദന ഈയിടെയാണ് തുടങ്ങിയത്, 3 മാസമായിട്ടേ ഉള്ളത്, ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും തലവേദനയുടെ കാഠിന്യം, തലവേദന ഉണ്ടായതിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആരോഗ്യ പ്രവർത്തകനെ കണ്ട് വേറെ അസുഖമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ഇടയ്ക്കുള്ള ഇടവേള വളരെ പ്രധാനപ്പെട്ടാണ്. തലവേദനയുടെ ഇടയ്ക്ക് ഇടവേളകൾ ഉണ്ടാകുകയും ആ ഇടവേളകളിൽ രോഗി പൂർണ്ണമായി ആരോഗ്യവാനാണെങ്കിൽ അത് തീർച്ചയായും ഒരു നിർദോഷിയായിട്ടുള്ളൊരു തലവേദനയാണ്. അങ്ങനെയാണ് പലപ്പോഴും ഡോക്ടർമാർ ഗുരുതരമായ തലവേദന ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ തലവേദന വരുന്നുണ്ട്, ഇടയ്ക്കൊക്കെ തലവേദന ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ആ സമയത്ത് പൂർണ്ണമായി ആരോഗ്യവാനാണെങ്കിൽ അതൊരു നിർദോഷിയായിട്ടുള്ള തലവേദനയാണ്. അതല്ല, തലവേദന കൂടിക്കൂടി വരികയാണ്, കാഠിന്യം കൂടുന്നു, വരുന്നതിൻ്റെ പ്രാവശ്യം കൂടുന്നു, സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളോട് തലവേദന പ്രതികരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യ പ്രവർത്തകനെ കണ്ട് അത് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള അസുഖമാണോ ഗുരുതരാവസ്ഥയിൽപ്പെട്ട അസുഖമാണോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മോനിക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 2 തരത്തിലുള്ള തലവേദനകളുണ്ട്. 90% ഭയപ്പെടേണ്ടാത്തതും 10% തലവേദനകളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയെന്നും. ഈ 10% തലവേദനകളെ എങ്ങനെ തിരിച്ചറിയാം? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള തലവേദനകൾ കാണിക്കുമോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ് ട്രോമാറ്റിക് ഹെഡേക്ക്, പ്രത്യേകിച്ച് പ്രായമായുള്ളവരിൽ ആൾക്കാരുകളിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റിന് ശേഷം
തുടക്കത്തിൽ രോഗികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചെറിയ ഒരു വീഴ്ച, ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ചെറിയ തട്ടൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്, പലപ്പോഴും നമ്മൾ വളരെ നിർദോഷമെന്ന് വിചാരിക്കുന്ന ഹെഡികൾക്ക് തുടക്കത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. 3 ആഴ്ചകളോ 4 ആഴ്ചകളോ കഴിഞ്ഞതിന് ശേഷം രോഗിക്ക് പതുക്കെ തലവേദന തുടങ്ങുകയും അത് കാലക്രമേണ കൂടിക്കൂടി അതിൻ്റെ മൂർധന്യത്തിലെത്തുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് മുഖ്യ കാരണം തലച്ചോറിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്. ആ രക്തം പതുക്കെ അവിടെ കെട്ടിക്കിടക്കുകയും അത് ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും അത് വേണ്ട സമയത്ത് രോഗനിർണയം ചെയ്തില്ലെങ്കിൽ അത് ജീവന് വരെയും അപകടം സംഭവിക്കും, പ്രത്യേകിച്ച് പ്രായമായവരിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റിന് ശേഷം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തലവേദന എന്ന് വെച്ചാൽ രാത്രികൾ കിടക്കുമ്പോൾ, പകലൊന്നും രോഗിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. രാത്രികൾ കിടക്കുമ്പോഴത്തേക്ക് തലവേദനയോട് കൂടി ഓക്കാനവും ഛർദിലും, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് പീരീഡിൽ എപ്പോൾ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് മസ്തിഷ്ക സംബന്ധമായ, പ്രത്യേകിച്ചും മസ്തിഷ്കത്തിലുണ്ടാകുന്ന തടുപ്പുകൾ, മുഴകൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപൂർവമായി ചിലപ്പോൾ രോഗിയുടെ ഇതുപോലെയുള്ള ഹെഡേക്ക് അവരുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം. പലപ്പോഴും രോഗികൾ ഇത് സെക്സുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് മറച്ചു വയ്ക്കാറുണ്ട്. എപ്പം രോഗികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രോഗികൾക്ക്, രണ്ടിണകൾക്കും ആർക്കായാലും പങ്കാളികൾക്ക് തലവേദന ഉണ്ടാണെങ്കിൽ തീർച്ചയായും ഒരു മസ്തിഷ്ക രോഗ വിദഗ്ധൻ്റെ അടുത്ത് പോയി വേറെ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള അസുഖം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നാലാമതായി നമ്മളുടെ പൊതുവെ കാണപ്പെടുന്നൊരു സംശയമാണ് രക്താതി സമ്മർദ്ദം മൂലമുണ്ടാകുന്ന തലവേദന. പൊതുവെ രക്താതി സമ്മർദ്ദം കൊണ്ട് മാത്രം തലവേദന വരാറില്ല. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ അതിരാവിലെ, പ്രത്യേകിച്ചും തലയുടെ പുറകിൽ അല്ലെങ്കിൽ തലവേദനയുടെ പുറകിലും കഴുത്തിനും തലവേദന വരികയാണെങ്കിൽ ഇത് രക്താതിസമ്മർദ്ദം കൊണ്ടുള്ള തലവേദന ആകാം. ആ സമയത്ത് രക്താതിസമ്മർദ്ദം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുകയാണ്. കാസർഗോഡ് നിന്നും രാജിയാണ്. രാജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. ഹലോ ഹലോ രാജി കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എനിക്ക് ഹലോ കേൾക്കുന്നുണ്ട് രാജി, ചോദിച്ചോളൂ. തലവേദന. ഹലോ പറഞ്ഞോളൂ. തലവേദന കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. എപ്പോഴും ഉണ്ടാവാറുണ്ട്, അധികം ദിവസങ്ങളിലും തലവേദന ഉണ്ടാവാറുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അതിന് എത്ര മരുന്ന് കഴിച്ചിട്ടും അത് എത്ര നാളായിട്ടുണ്ട്? രാജിക്ക് എത്ര നാളായിട്ടുണ്ട്? അധികം നാളായിട്ടുണ്ടോ അത് കുറച്ച് കാലായി, കൊല്ലങ്ങളായി? എത്ര കാലയളവ്, എത്ര വർഷങ്ങളായിട്ടുണ്ട്? അത് വളരെ ഏകദേശം 3 കൊല്ലങ്ങളായിട്ടുള്ള തലവേദന സാധാരണ ശരി. വയസ്സ് എത്രയുണ്ട് രാജിക്ക്? 60. ഹലോ രാജിക്ക് വയസ്സ് എത്രയുണ്ട്? 60. വർഷങ്ങളായിട്ടുള്ള കേട്ടു ഒരു വർഷങ്ങളായിട്ടുള്ള തലവേദനയാണെങ്കിൽ അതിൻ്റെ കേൾക്കുന്നുണ്ട്. 3 വർഷമായിട്ടുള്ള തലവേദനയാണ്. അതിൻ്റെ ഇടവേളകളിൽ പൂർണ്ണമായും ആരോഗ്യവതിയാണോ? അത് വളരെ പ്രധാനമാണ്. തലവേദന വന്ന് മാറിക്കഴിഞ്ഞ് കുറച്ച് 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇടവേളകളിൽ പൂർണ്ണ ആരോഗ്യവതിയാണോ? രാജി കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? വലത് കൈയിന്റെ ചങ്കിന്റെ അടുക്കുന്ന തൊട്ടിട്ട് കൈയിന്റെ ഞരവ് വരെ ഒരു പ്രശ്നമുണ്ട്, വേദന. ഹലോ. അന്നേരം രാജിയുടെ രോഗലക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്, കേൾക്കുന്നുണ്ട്. രാജിയുടെ രോഗലക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ദീർഘകാലമായിട്ട് ഉള്ളതിനാലും ഇടവേളകളിൽ
രാജ് പൂർണ്ണമായ ആരോഗ്യവതി ആയതിനാലും, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തലവേദന ഇല്ലാത്തതിനാലും അതൊരു നിർദോഷ വിഭാഗത്തിൽപ്പെട്ട തലവേദനയാണ് എന്നാണ്. പക്ഷേ ഈ തലവേദനയുടെ കാഠിന്യവും വരുന്നതിൻ്റെ പ്രാവശ്യവും അതിനോടൊപ്പം തന്നെ മറ്റു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ അപസ്മാരമോ ശരീരത്തിന് ബലക്കുറവുണ്ടാവുകയോ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ അത് തീർച്ചയായും ഗുരുതരമായിട്ടുള്ളതാണ്. പ്രത്യക്ഷത്തിൽ രാജിയുടെ അസുഖം വളരെ സീരിയസ് വിധത്തിൽപ്പെട്ട അല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർത്തും നിർദോഷകരമായൊരു തലവേദനയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ശക്തിയും കാഠിന്യമൊക്കെ ഓരോ പ്രാവശ്യവും വരുന്നതിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാജിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് തന്നെ കരുതാം ഡോക്ടർ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, തലവേദന നമ്മൾ സാധാരണ പറയുമ്പോൾ ഇത് പല ഭാഗങ്ങളിലായിട്ട് വരാമല്ലോ. നെറ്റിയുടെ 2 ഭാഗങ്ങളിലായിട്ട് വരാം, തലയ്ക്ക് പുറകിലോ അല്ലെങ്കിൽ ഇരുഭാഗത്തോ ആയിട്ട് വരാം, ചെവിക്ക് പുറകിലായിട്ട് വരാം. ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് വേദന വരുന്നുണ്ടല്ലോ. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ വരാനുള്ള കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ തലവേദന 90% രോഗികളിൽ ഒരു ഭാഗത്ത് തുടങ്ങി, തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങി അത് പതുക്കെ സെക്കൻഡുകളോ മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ എടുത്ത് മറ്റേ ഭാഗത്തിലോട്ടും വ്യാപിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ തലയിൽ മാത്രമല്ല വേദന കഴുത്തിലും നമ്മളുടെ ഷോൾഡറിൽ വരെയും തലവേദന അനുഭവപ്പെടാം. ഇങ്ങനെ ഉണ്ടാകുന്ന തലവേദന പൂർണ്ണമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള നിർദോഷികരങ്ങളല്ലാത്ത ഗുരുതരമല്ലാത്ത തലവേദനയുടെ വിഭാഗത്തിൽപ്പെടുന്നു. എന്നാൽ തലവേദന ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം, തലയുടെ പിറകിൽ എപ്പോഴും വരുമ്പോഴും തലയുടെ പിറകിൽ മാത്രം അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം, അത് സൂചിപ്പിക്കുന്നത് അത് മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തലവേദനയാണ്. അതിന് തീർച്ചയായും പരിശോധന ആവശ്യമാണ്. ശരി ഡോക്ടർ. ന്യൂറോ പ്രശ്നങ്ങളും തലവേദനയും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. തലവേദനയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മോട് സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ CV ഷാജിയാണ്. ഡോക്ടർ നന്ദി. നമസ്കാരം. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ദിവസം ഇതുപോലെ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നന്ദി.